നമ്മുടെ കൂടെ ദീർഘകാലം കപ്പൽ ജോലി ചെയ്ത NM അബ്ദുല്ല അല്ലുച്ച എന്നറിയപ്പെടുന്ന അബ്ദുല്ല കൂടെയുണ്ട്. അവരുടെ അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കുകയാണ്. അല്ലുച്ചാൻ്റെ കപ്പൽ അനുഭവങ്ങൾ. നമ്മുടെ കൂടെയുള്ളത് ജനാബ് NM അബ്ദുല്ലയാണ്. അല്ലുച്ച എന്ന് നമ്മൾ എല്ലാവരും വിളിക്കുന്ന NM അബ്ദുല്ലയാണ്. ദീർഘകാലം ബോംബെയിലും അതിനുശേഷം കപ്പലിലായി ഒരുപാട് വർഷം ജോലി ചെയ്ത വ്യക്തിയാണ് NM അബ്ദുല്ല. നിങ്ങൾ ബോംബെ പോകുന്നതിന് മുമ്പ് തന്നെ നാട്ടിൽ വല്ല ഒരുപാട് ജോലിയെല്ലാം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റിനിവിടെ മൈക്ക് ഓപ്പറേറ്റർ, പിന്നെ വീഡിയോട്ട് പിന്നെ കൃഷി, അപ്പോൾ ഈ മൈക്ക് ഓപ്പറേറ്റർ ആയിട്ടാകുമ്പോൾ ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടാവില്ല, രസകരമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവില്ല. അതെല്ലാം അല്ല, അന്ന് മൈക്ക് ഓപ്പറേറ്റർക്ക് വലിയൊരു മീത്തൊക്കെ എത്ര മീത്ത കെട്ടുന്ന അത്ര സൗണ്ട് കൂട്ടണം. ഈ ഓപ്പറേറ്റർമാരെ വന്നിട്ട് നോക്കുന്ന ആളെല്ലാം അങ്ങനത്തെ മൊട്ട അടിച്ചിട്ട് വേണ്ട ബട്ടർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പണ്ടല്ല ചോറും 2 പൊണ്ട് നിന്നത് അതാണ് നിലച്ച അത് ബംബിരിയാണി അല്ലേ? നിങ്ങൾ എന്ത് മൊട്ട അടിച്ചിട്ടുണ്ട്? ഇത് അനുഭവങ്ങളെല്ലാം ഇതുണ്ടായിരുന്നു. പിന്നെ നടന്ന് 1967 ബോംബെക്ക് പോയല്ലേ? അത് കാക്കാൻ്റെ ഒന്നായിട്ട് ഓറെ ഈ കാറിൽ പോയത് ബാബുവിൻ്റെ അംബാസിഡർ കാർ രൂപം പിന്നെ തീരെല്ലാം ഒന്നായിട്ട് അത് പോയിട്ട് 4-5 മാസം ഉണ്ടായിരുന്നു ബോംബെയിൽ. പിന്നെ തിരിച്ചിട്ട് വന്നു. രണ്ടാമത് ഇവിടെ കുറച്ച് ഓപ്പറേറ്റർ എല്ലാം ആയിട്ട് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് പോയി. രണ്ടാമത് പോയിട്ട് ഹോട്ടലിൽ അന്ന് നമുക്കറിയാം നാട്ടിൽ നിന്ന് ഒരാൾ സ്കൂളിൽ വിട്ടെങ്കിൽ പിന്നെ ബോംബെ തന്നെ ജോലിക്കാർ ബോംബെ അവിടെ ഹോട്ടലിൽ പണിയെടുക്കുന്നല്ലാതെ എനിക്കത് ശരിയായിട്ടില്ല. ഇത് ഒരു പുരോഗമനം ഇതിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് ഇവിടെ തന്നെ ഉണ്ടാവും, ഹോട്ടലിൽ പണിയെടുക്കും, അവിടെ ഉണ്ടാവും. പിന്നെ ഈ കപ്പലിൽ പോകണമെന്ന് തോന്നിയത് എങ്ങനെ? കപ്പലിൽ പോകണമെന്ന് എനിക്ക് തോന്നിയത് ഇവിടുന്ന് തന്നെ എനിക്ക് നാട്ടിൽ തന്നെ ഞാൻ അതിന് വേണ്ട പണിയെടുക്കുന്നു. ഞാൻ ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിരുന്നു, സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. അന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതിന് വലിയൊരു പ്രശ്നമല്ല, അന്ന് ആർക്കും വേണ്ട. ഞാൻ പോയി സർട്ടിഫിക്കറ്റ് ആക്കുമ്പോൾ ഞാൻ 4ാം ക്ലാസ് പഠിച്ചിന്, പഠിച്ചതായി സർട്ടിഫിക്കറ്റ് 5ന്റെ വേണം അന്ന്. അന്നത്തെ 5 വാല്യൂ അന്ന് ഇന്നത്തെ 5 SLC അപ്പുറം 5 പഠിക്കണം. അപ്പൊ ഇത് 5 ആക്കണ്ട്. 5 ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് അതിന് 5 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ആദ്യം വന്ന ഒരു ടീച്ചറുണ്ട്. ഞാൻ അയാളത്ത് പഠിച്ചില്ല. ഓളെ കണ്ടിട്ട് നമുക്ക് എങ്ങനെ തേടി നോക്കും. 4ാം ക്ലാസ്സിന് ഏറെ ഇല്ല ഇവിടെ എഴുതിയത്, ഇരിക്കാടെല്ലാം കിട്ടി. അതിനെങ്ങനെ എനിക്ക് വിളി എന്താക്കിയെന്ന് പറയാം, മായിപ്പാടിക്ക് തന്നെ അയച്ചു കെട്ടല്. മായിപ്പാടിയിൽ പോയിട്ട് ആടെ അന്നത്തെ ഇതിൻ്റെ റിക്കാർഡെല്ലാം ഉണ്ടെന്ന് അവിടെ പോയിട്ട് എന്തെന്നറിയാലോ ഓളെന്തോ പണി ഇതാക്കിന് പാപ്പം. അവൾ ഞാൻ കുറേ തേടിക്കൊണ്ടായി പയ്യന്ന് എന്തോ കൊടുക്കണു, പിന്നെ കണ്ടിട്ടില്ല. പിന്നെ 5ാം ക്ലാസ്സിൽ എഴുതി തരുന്ന കയ്യിൽ സർട്ടിഫിക്കറ്റ് തന്നെ അത് ഒരു 3 രൂപൻ്റെ 4 രൂപൻ്റെ എന്തോ സ്റ്റാമ്പ് പേപ്പർ എഴുതി തരുന്നു. അതും കയ്യിൽ പിടിച്ചിട്ട് പോയി തന്നെ ബോംബെക്ക്. ആടെ പോയിട്ട് ഇങ്ങനെ ഇതാകുമ്പോൾ നമ്മൾ തുർക്കന്മാരെ യൂസുഫ് ഉണ്ട്, ഒന്നായിട്ട് അടുത്ത് ഇത് യൂണിയൻ ഓഫീസെല്ലാം പോയിട്ട് ഒക്കെ വന്നിട്ട് ഫൈലായിനി. ഓല് ഫൈലായി. രണ്ടാമത് കന്ന ഫൈലായി. പിന്നെ വന്ന് ഇതേ യൂസുഫ് തന്നെ, യൂസുഫിനെ ഫൈലാക്കി. അബ്ബാസ് ഒന്നിച്ചല്ലേ? അബ്ബാസ് ഞാൻ പാസ്സായി. പാസ്സായി ഒക്കെ പാസ്സായി സർട്ടിഫിക്കറ്റ് ഉണ്ടാ. ഇവിടുന്ന് ആടുന്ന് വേറെ പാസ്സായിട്ട് എല്ലാം റെഡി ആയിട്ട് അല്ല ഇത് നീളത്തിനും എല്ലാത്തിനും ഞങ്ങൾ ഫിറ്റ്. അന്നത്തെ നെഞ്ചാളും വൈറ്റ് ഇതെല്ലാത്തിനും ഫിറ്റ് അയച്ചു. ഓൻ്റെ അയച്ചു, എൻ്റെ അയച്ചാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ട് പോയിട്ടുണ്ട്. അപ്പം അത് ഓറി ബൈക്ക് അയച്ചു വന്ന് നോക്കും. ഓനാട് സ്കൂളിൽ പോയിന്, ഏത് സ്കൂള് അറിയില്ല. അതിവിടെ ബൈക്ക് ഭയങ്കര നാട്ടി അടിഞ്ഞിരല്ല. ആടെ എല്ലാം ഇവിടെ എല്ലാം അതിരാക്കിയിട്ട് വെച്ചേ. കുറേ നോക്കിയത് 6 കൊല്ലം ഞാൻ പോയിട്ട് 400 രൂപ വരുന്നിടത്തോളം ഒരേ മാസം മരം സമ്മതിക്കുന്നില്ല. ഇവിടെ ഓർക്ക് ബുദ്ധിമുട്ടാണ്.
മമ്മു അഷ്ടറിയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അയാൾക്ക് പാങ്ങനെ കൊടുത്തിട്ട് അയാൾക്ക് അയച്ചു. അപ്പൊ കൊല്ലം 5 കഴിഞ്ഞു. അങ്ങനെയാണ് അബ്ബാസ് എന്നാട്ടി കുറേ ബൈക്കൊക്കെ ഉണ്ട്. പിന്നെ അല്ലിച്ച ഈ കപ്പലിൽ പോകുന്നേക്കാളും പക്ഷെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ട്രെയിനിങ് 3 മാസം. അല്ല ഭദ്ര കൽക്കട്ട. അത് നേവിന്റെ തന്നെ. നേവിന്റെ റിട്ടയർഡ് ആയവരുണ്ട് ഓഫീസർമാർ. ഈ ആദ്യം കപ്പലിൽ ആ കപ്പലിന്റെ പേരെന്ത്? റെഡിയൻ സമുദ്ര. അത് ആദ്യം എങ്ങോട്ടായിരുന്നു ട്രിപ്പ്? അല്ല അത് എങ്ങോട്ടായിരുന്നു ട്രിപ്പ് ആദ്യം? ഇവിടുന്ന് ബോംബെ ടു ഇത് സാൻ ഫ്രാൻസിസ്കോ അമേരിക്ക. പിന്നെ MP കൈരളിയിൽ പോയിട്ട് കേരളത്തിന്റെ മുങ്ങിയ കപ്പല് ലാസ്റ്റ് ഞാൻ പോയിട്ട് ഒരു 8 മാസം എങ്കിലും ഇല്ലാതായത്. അതന്നെ ഇല്ലാതായത്. ഫസ്റ്റ് കപ്പൽ ഏത് വർഷം? 73. നിങ്ങൾ ഫസ്റ്റ് കപ്പലിൽ പോയിട്ടുണ്ട്? ഞാൻ മുംബൈക്ക് സ്കൂൾ ലീവിന് വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം കൊണ്ടാക്കിയത് അല്ല ഞാൻ പോയിട്ട് ഫ്ലൈനിൽ കയറുമ്പോ ടൈയെല്ലാം കെട്ടണോ? ഇനി അടുക്കത്തല്ല അതിനുള്ള വേറെ കോട്ടെല്ലാം പോണം. ഞാൻ അതില് മെലഡി അത് ഇതിന്റെ ചോക്ലേറ്റ് ഉണ്ട് ചോക്ലേറ്റ്. നിങ്ങൾ വിദേശ ഫോറിൻ കപ്പലിലേക്ക് വർക്ക് ചെയ്തിട്ടില്ലേ? ഫോറിൻ കപ്പലല്ലേ എല്ലാം ഉണ്ടായി. അതിന് അധികം ഉണ്ടായി. ഇവിടുന്ന് ഈ ചോക്ലേറ്റ് ഇത് കുതിര ഇതുണ്ടോ കല്ല്. പിന്നെ അല്ലിച്ച മെലഡിയിൽ നല്ല ആ കമ്പനിയല്ലേ. ആ കമ്പനി അല്ലേ ഉണ്ടായി. ഒരു 2-3 പ്രാവശ്യം പോയി. ഈ കപ്പൽ ഇറക്കി തന്നെ ആയിരുന്നു. ഒരു 12 നാട്ടുകാരെല്ലാം ഒന്നിച്ചിട്ട് വർക്ക് ചെയ്തോണ്ടാ? ഒരു കൊല്ലം ചില അത്ര അതിന് കൂടുതലൊന്നും അത്ര തന്നെ. ജില്ലാ 11 മാസമല്ലേ 10 മാസം കപ്പലിൽ ഒന്നിച്ച് നാട്ടുകാർ ഒന്നിച്ചിട്ട് ഉസ്മാൻ ഉണ്ടായിരുന്നു. പിന്നെ ഉസ്മാൻ അവിടെ വെച്ചാൽ മുഹമ്മദ് ഇല്ലേ ഉസ്മാൻ ഖാദിർ കുറേ ആളുണ്ടായില്ലേ. കപ്പലിൽ വരുമ്പോൾ മറ്റേ എത്ര രാഷ്ട്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാവും കപ്പലിൽ പോയിട്ട്? ഒരുപാട് രാഷ്ട്രങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും അല്ല അലിച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രം ഏതായിരുന്നു? അന്നത്തെ ഏറ്റവും ഫസ്റ്റ് സിംഗപ്പൂർ. സിംഗപ്പൂർ ഇന്നത്തെ ദുബൈ പോലെ അന്നത്തെ സിംഗപ്പൂർ. ലോകത്തിലെ ഏകദേശം എല്ലാ രാജ്യങ്ങളിൽ ഞാൻ ഈടെ പോയിന് ഹ്യൂസ്റ്റൺ നാസ. അപ്പോൾ എൻ്റെ ഇതെല്ലാം അമേരിക്കൻ്റെ നാസാന്റെ പരിശീലന കേന്ദ്രം ആടെ കൺട്രോൾ റൂം സഹിതം അന്ന് സന്ദർശിച്ചിട്ട് വന്നത്. അതായത് ഈ ക്രിസ്ത്യൻ മിഷനറിമാരില്ലേ ഒരു നമ്മളെ കൊണ്ടുവന്നു കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ ചർച്ച് അത് കാണിക്കാൻ വേണ്ടി. അത് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ ഇതിൽ പോയത്. ഇപ്പൊ ആർക്കൊന്നും വിസ വേണ്ടേ? എപ്പോ ഇറങ്ങാനല്ലോ ഇറങ്ങാനത് അടിച്ചു തരുന്ന 6-ാമത്തെ 8-ാമത്തെ പോർട്ടിന്റെ വിസ അത്ര തന്നെ. ആർക്ക് വേണം പോവാം. CDC കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് അതാണ് അന്നത്തെ പാസ്പോർട്ടിന് ബദൽ ഉപയോഗിച്ചുകൊണ്ടായത്. അന്ന് CDC എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ന്യൂയോർക്ക് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ഏറ്റവും ഉയരം കൂടിയത് അന്ന് അതിൽ പോയിന്. ഈ കപ്പലിൽ ജോലി ചൈനാന്റെ ഗേറ്റ് വാൾ പിന്നെ പാരിമേട് പിന്നെ ഉള്ളിലേക്ക് വാങ്ങി പാരീസ് ഐഫൽ ടവർ പിന്നെ 75 ഇങ്ങ ഉംറക്ക് പോയില്ലേ? അതിനുശേഷം ഇപ്പോൾ അതല്ല ഞങ്ങൾ ആട് അന്ന് അന്ന് ഈ കപ്പലില് ആട് കയറ്റിക്കൊണ്ട് പോയെങ്കിൽ അതിന് അതിന്റെ ഇത് കിട്ടണം. ഞങ്ങളെ കപ്പല് ഒരു 10x10 ഇങ്ങോട്ട് വരുന്നല്ലേ. അപ്പൊ ആടെ അത് പുറം കടലുണ്ടാവും. അപ്പൊ കരക്ക് വരാൻ പറ്റുന്നു. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ഇത് ഉംറക്ക് പോയത് 1975 കപ്പലിൽ അവിടെ ജിദ്ദക്ക് കപ്പൽ പോകുമ്പോൾ നിങ്ങൾ ഇറങ്ങിയിട്ട് ഉംറക്ക് പോയി. അപ്പോൾ അന്നത്തെ മക്കയും നിങ്ങൾ അതിന് ശേഷം നിങ്ങൾ 2018 ഹജ്ജിന് പോകുമ്പോൾ ആ 2 മക്കയുടെ തമ്മിലുള്ള അവർ വ്യത്യാസം അന്ന് മത്താഫിൽ ഈ മറ്റേ മാർബിളെല്ലാം ഉണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം
അജോട്ട് അസോദിനെ ആ ശരിക്കും മുഖം വെച്ചിട്ട് ഇങ്ങനെ മുത്തിക്കൊണ്ട് അത് ഞങ്ങൾ ഇന്ന് തവാഫ് ചെയ്തത് 75-ല് ഓരോ പ്രാവശ്യം. അന്നത്തെ മത്താപ്പ് ഇന്നത്തെ മത്താപ്പ് എങ്ങനെ വ്യത്യാസങ്ങൾ അന്ന് ഈ മല്ല മാർബിള തന്നെ ഉണ്ടായിരുന്നു ഇല്ല ആ മാർബിൾ അതങ്ങനെ ഈ ഗോണിയില്ലേ സിമെന്റിന്റെ ഈ ഗോണിയിൽ വെള്ളത്തിനെ നിറച്ചിട്ട് ഇതിൽ മുക്കിയിട്ട് കൊണ്ടുവന്നിട്ട് അട ഇടും. വീടിന്ന് പാഞ്ഞോണ്ട് അതിൽ നിൽക്കണം നമ്മ. അത് കഴിഞ്ഞിട്ടാകുമ്പോ പിന്നെ എടുത്തിട്ട് അപ്പുറം ഇടും തിളക്കുന്നത് ആ സമയത്തല്ല. പിന്നെ ഞാനൊരു അനുഭവം പറഞ്ഞോട്ടെ. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പിന്നെ ഔക്കുഞ്ഞില്ലേ ഗഫൂർച്ചാൻ്റെ ഞങ്ങൾ ഒരു ക്ലാസ്സിലപ്പുറം ഇപ്പുറം വലിയ ക്ലോസ് ആക്കും. അപ്പോൾ പിന്നെ കപ്പലിൽ പിന്നെ ഒഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അപേക്ഷ കൊടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ ഡിഗ്രി വെച്ചിട്ട് ഫസ്റ്റ് ഓഫീസറിന് ഇച്ചാൻ്റെ CDC നമ്പറും വെച്ചിട്ട് കൊടുത്തു. ഔക്കുഞ്ഞ് ഉപ്പാൻ്റെ CDC നമ്പറും കൊടുത്തു. ഞാനങ്ങനെ ബോംബെക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാളെയും ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ബോംബെക്ക് പോകുന്നത്. അപ്പോൾ ബോംബെക്ക് പോകുമ്പോൾ നമ്മൾ കടുക്കി ബാബുച്ചയില്ലേ, കടുക്കി ബാബുച്ച ബോംബെക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ എല്ലാക്കി പൊടിച്ചിട്ട് കടുക്കി ബാബുച്ചൻ്റെ പുരക്കന്നെ ഉമ്മ വന്നിട്ട് ഇങ്ങനെ എങ്കും ആക്കിയിട്ട് കാക്കാൻ്റെ ഹോട്ടലിലേക്ക് എത്തിച്ചിരുന്നു പറഞ്ഞു. അങ്ങനെ ബാബുച്ചാൻ്റെ ഒക്കെ മെഹബൂബ് ബസ്സിൽ പോയിട്ട് ബോംബെക്ക് എത്തിയിട്ട് ബാബുച്ച എന്നെ പറഞ്ഞ പോലെ തന്നെ ഹോട്ടലിലേക്ക് അവിടെ മൊയ്തുകൊണ്ടാണ് ഇത്. അങ്ങനെ ചുരുക്കി പറഞ്ഞെങ്കിൽ ഇൻ്റർവ്യൂവിന് പോയി. ഞാനും പോയി, കുഞ്ഞും പോയി. അത് എനിക്ക് ഡിഗ്രി ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഓഫീസർ എന്നുണ്ടെങ്കിൽ വലിയ പോസ്റ്റ്. അങ്ങനെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ചോദ്യത്തിനെല്ലാം ഉത്തരം കൊടുത്ത് പുറത്ത് കഴിയുമ്പോൾ ഒരു ഏജൻറ്റ് വന്നു. ഇത് പറഞ്ഞു, ഈ ഇൻ്റർവ്യൂ എല്ലാം ഒരു പ്രഹസനം, 10,000 രൂപ കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ജോലി ഉറപ്പ്. ഏത് വർഷം? 81, 82 ഡിഗ്രി കഴിഞ്ഞ പാട്. അന്നത്തെ 10,000 82 അങ്ങനെ അന്ന് ആയിരുന്നു 10,000 രൂപ ആക്കുന്നത്. അങ്ങനെ ഞാൻ അപ്പോൾ ഇളയാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഗതി 10,000 രൂപ ഇല്ലായിരുന്നില്ല 10,000 രൂപ ആക്കുന്നത്. പിന്നെ എന്നിട്ടെങ്കിൽ എനിക്ക് വലിയൊരു താല്പര്യം ഉണ്ടായിട്ടില്ല. എന്നിട്ടെങ്കിൽ ഇച്ച മംഗലാപുരത്തേക്ക് വന്നപ്പോൾ ഞാൻ കപ്പലിൽ പോയി നോക്കാൻ. കൊച്ചിയിൽ വന്നപ്പോൾ ഞാൻ കപ്പൽ നോക്കാൻ പോയി. അപ്പോൾ എന്നെ കുറേ ആൾക്കാരാണ് പറഞ്ഞത് ഈ റോളിംഗ് ഉണ്ടാകുക ഇതിൻ്റെ. അപ്പോൾ ഉമ്മ തന്ന മൽപ്പാൽ വരെ കാറുന്നു. പിന്നെ ചില സമയത്ത് ഇച്ച തന്നെ പറയലുണ്ട് ഇതിൻ്റെ 1 മാസമല്ലോ പുറം കാണാത്ത നടുക്കടലിൽ കര കാണാത്ത സമയം. അപ്പോൾ ഞാൻ വലിയ താല്പര്യം എടുത്തില്ല. അങ്ങനെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. അന്നിപ്പോൾ ഓരോ കതർ അന്ന് കയറിയില്ലെങ്കിൽ ഇപ്പോൾ ഓഫീസർ പോയിട്ട് വയ്യേ കപ്പൽ ഓഫീസർ ഇതിനേക്കാളും രസമുള്ളത് എന്നെ ഒരിക്കലും ഇന്റർവ്യൂ വിളിച്ചിട്ടില്ല. എത്ര ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഒരിക്കലും വിളിച്ചിട്ടില്ല. എൻ്റെ ഉപ്പ ഗ്രാൻഡ് എല്ലാം ഇതുവരെ വിളിച്ചിട്ടില്ല. ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇന്റർവ്യൂ 1 മാസമല്ലേ അത് കൂടുതൽ നിൽക്കുന്നല്ലേ. പക്ഷെ ഞാൻ ലണ്ടനിലേക്ക് സമയത്തിലെടുക്കും ലണ്ടനിലേക്ക് പോയിട്ട് ഞാൻ ലണ്ടനിലേക്ക് പോയി. 1 മാസം നേരം എൻ്റെ ഉപ്പാൻ്റെ ഹെഡ് ഓഫീസല്ലേ ലണ്ടനിലാണ്, ലിവർപൂളിൽ. നമ്മൾ നേരെ എന്നെ പോയിട്ട് അവിടെ കൂടി. ഏതായാലും ആലോചിച്ചാൽ നിങ്ങൾ ഈ കപ്പൽ ജീവിതത്തിലൂടെ രസകരമായ അനുഭവങ്ങളെല്ലാം പറഞ്ഞു നോക്കട്ടെ. എല്ലാ രസവും മോളെ മംഗത്തിന് മാത്രം കാലത്തിന് പരിചയപ്പെടുത്തിയത് പുജാപ്പള്ള നോക്കുന്നതിനായിട്ട് ആടെ എന്നെ നോക്കാറ് വേറെ ആളുണ്ട്. അല്ല അലിജ, ഈ കപ്പലില്ലേ ഈ ഓഫീസർമാർ മറ്റേ വലിയ പോസ്റ്റുള്ള പല തരത്തിലുള്ള ആളുണ്ടല്ലോ, അവരെല്ലാം പെരുമാറ്റം അങ്ങനെ അല്ല ഫ്രീ ആയിട്ടായിരുന്നു എല്ലാവരും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നല്ല ഇതായിട്ട് തന്നെ ഉണ്ട്. മാത്രം എന്താ പറഞ്ഞു ആടിപ്പാട്ടും ഇതുപാട്ടും വേറെ അല്ലേ, വേറെ എന്തില്ല. ഇല്ലല്ലേ. നിങ്ങൾ ഈ ഭക്ഷണ രീതിയിൽ വൈകുന്നേരം കപ്പൽ യാത്ര നിങ്ങളുടെ ഭക്ഷണം ഭക്ഷണം ഇന്ത്യൻ ഭക്ഷണം തന്നെ. അല്ല ഈ ഒരു 5-6 മണിയാകുമ്പോൾ തന്നെ ഡിന്നർ 6 മണിക്ക് മുന്നേ വെച്ചോടണോ തിന്നോടണോ, ഇല്ലെങ്കിൽ എടുത്തുകൊണ്ടിട്ട് കൊണ്ട് കയ്യിൽ വെക്കണം. ഇല്ല പിന്നെ പോയ കാടൊന്നുമില്ല. ഈ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ടൈം പാസ് നിങ്ങൾ ടൈമെല്ലാം നിൽക്കുന്നത് അല്ല അവിടെ സിനിമ കാണല് സിനിമ കാണല് കപ്പലിൽ പോർക്ക് അങ്ങനത്തെ നമുക്ക് ഇന്നലെ മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും. അത് വേറെ അല്ലേ കുക്കിംഗ് വേറെ അല്ലേ. സീനിയർ കുക്ക് അത് വേറെ ജൂനിയർ എന്റെ ജൂനിയർ ഞങ്ങളുടെ ഇന്ത്യൻ ഇന്ത്യൻ കുക്ക്
പിന്നെ അത് വേറെ തന്നെ അതിന് ഓൻ ഒരുത്തനല്ല, മൂന്നാളുണ്ടാവും. മൂന്നാളുണ്ട്. പിന്നെ അന്ന് ഇത് വാരിസ് അയക്കുന്നത് പൈസ ചെലവിന് ഉമ്മാൻ്റെ കമ്പനിയിൽ പറഞ്ഞോടാ. കമ്പനിയിൽ പറഞ്ഞെങ്കിൽ മാസത്തിൽ ഇത്ര പൈസ വരും. ഇപ്പോൾ ഈ പോസ്റ്റ് ഓഫീസിൽ മുഖാന്തരം അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസ് ഈ പോസ്റ്റ്മാനില്ലേ ഈ പൈസ കൊണ്ട് പെരക്ക് പിന്നെ ഭയങ്കര സന്തോഷം. പോസ്റ്റ്മാന് ഒരു വേറെ കൈ മടക്കണം. 5 രൂപ 10 രൂപ കൊടുക്കുന്നുണ്ട്. കപ്പലിൽ വന്ന് ഒരു സോപ്പ് ചീപ്പ് കണ്ണാടി കൊടുക്കും. പിന്നെ ഈ കത്ത് വിച്ചാൻ്റെ കത്ത് എന്ന് വേണ്ടി ഉമ്മ അയക്കും പോസ്റ്റ് ഓഫീസിൽ ഒരു കാതിരിച്ച കത്ത് കിട്ടല എങ്ങനെ? കത്തിയിടുന്ന 6 മാസം ഒഴുക്കി ഇടുന്ന 3 ദിവസം അവിടെ വന്നിട്ട് ഇത് ചിലപ്പോൾ ആടയ്ക്ക് കത്തി പോയിട്ട് എത്തി ഇത് അവിടെ നിന്ന് കപ്പലെത്തിനായിട്ട് ബയ്യൊക്കെ വിട്ടെങ്കിൽ പിന്നെ ആടിക്ക് പോകുന്നിടത്തോളം വേറൊരു കാര്യം. ഇപ്പം ഇച്ചാൻ്റെ മോളെ മംഗലത്തിൻ്റെ സമയത്ത് ഞാൻ ബോംബെ പോയിട്ട് ഓഫീസിൽ പോയില്ലേ, പിന്നെ നരിമാൻ പോയിന്റുള്ള ഓഫീസിൽ പോയിട്ട് ഓഫീസിൽ നിന്ന് അത് ഇച്ചാക്ക് കപ്പലിലേക്ക് ചോക്ലേറ്റ് ഇത് എന്താ ഇതിന് പറയുന്നത് അതിൽ സംസാരിച്ചിട്ടാണ് അതിന്റെ കൺഫർമേഷൻ അങ്ങനെ കത്തയക്കുന്നു പറഞ്ഞു. കത്ത് ഏത് അഡ്രസ് അയക്കൽ? കമ്പനി അത് കമ്പനി വിട്ടോളൂ. കമ്പനി കാശ് കമ്പനിക്ക് അതിൽ ആരിപ്പോ വേറെ രസം തരും. കത്തിന്റെ എല്ലാ അഡ്രസ് ബോംബെ. അല്ല കപ്പലിട്ട് അല്ല അന്ന് കപ്പലിൽ ഈ കത്തിനില്ലേ ഇന്നത്തെ മൊബൈലിൽ സംസാരിക്കുന്നേക്കാൾ എത്രയോ ഒരു കത്ത് കിട്ടിയെങ്കിലല്ലേ അതിന്റെ ഒരു സുഖം വായിച്ച് തീർക്കുന്നത്. അതെ, ആ കത്ത് എന്നിട്ടില്ല കീറി കളയല്ല, പിന്നെയും വെക്ക് കുറച്ച് നേരം പിന്നെ വായിക്കാൻ പറ്റും. രസം തന്നെ വേറെ. അത് അന്ന് ഈ 8000 10,000 രൂപ ഒന്നിച്ച് കൊണ്ടിരുന്ന ആൾ ആരുണ്ട്? ക്യാഷ് ആരുണ്ടെന്ന് ആരുമില്ലല്ലോ. പിന്നെ ബോംബെക്ക് കപ്പലിൽ ഇറങ്ങാനോ കപ്പലിൽ കയറാൻ പേര് ബോംബെക്കല്ലേ ആ വന്നെങ്കിൽ ഒരാഴ്ച ആരെല്ലാം ഉണ്ടാവും. അതൊരു ഭയങ്കര ഒരു ഉത്സവമല്ല വന്നെങ്കിൽ അലിച്ച വന്നെങ്കിൽ ഒരു ഉത്സവം ഹോട്ടലാണ്. അന്തായിലർച്ചാൻ്റെ മറ്റു ഇലക്ഷൻ്റെ സമയത്ത് ഒരിക്കൽ ഞാൻ ഇലക്ഷൻ്റെ ഭയങ്കര ഇടയിൽ നടക്കുന്ന അന്തായിലർച്ചവും പിന്നെ അസിലർച്ചവും പിന്നെ ആരിപ്പോ മാറ്റി വാങ്ങിക്കാൻ അന്തയിക്കാം അല്ലേ. അപ്പുറത്തെ 8ാം പാട്ടില് അല്ല 8ാം പാട്ട് മുഹമ്മദ് അർച്ച മെഡിക്കൽ കാർഡ് മെഡിക്കൽ കാർഡ് ഈട് മഹബൂബ് വസിട്ട് വന്നിട്ട് നിൽക്കുമ്പോൾ അവിടെ വന്നിട്ട് നിൽക്കുമ്പോൾ ഒരു വ്യക്തി എന്നിട്ട് ആള് പാഞ്ഞുകൊണ്ട് ഒരു 5-8 ആൾ വന്നിട്ട് എൻ്റെ ട്രോളി ഉണ്ടായി ഞാൻ വലിക്കുന്ന ഇത് അത് പേഷ്യൻ്റ് ആക്കി ഇപ്പോൾ ഇതല്ല അന്ന് വലിയ അതിനെ വലിക്കുന്ന വലിയ ആൾ അതിനെ വലിക്കുമ്പോൾ അതിനെല്ലാം താഴെ വെച്ച് ഇതാക്കുമ്പോൾ ഒരുത്തൻ ഒന്നെടുത്ത് പിന്നെ ഒന്നെടുത്ത് പിന്നെ 3 ലെറ്റർ എടുത്ത് പിന്നെ എൻ്റെ കോട്ടനും കാട്ടനും എല്ലാം എടുത്തിട്ട് ഇതാണ് കൗത്തോണ്ടാക്കാനും ഇത് ഓട്ടിൻ്റെ ആള് വയ്യോക്ക് സംഗതി എന്നിൻ്റെ എന്തോ അറിയുന്നില്ല. അപ്പോൾ കണ്ടത്തിലെ പടം ഉച്ചാക്കി ചാൻസ് കിട്ടിയില്ല. അയാളല്ലേ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് നമ്മളെ അടുത്ത് തുർക്കമാരുടെ അടുത്ത് നമ്മൾ കീന്നില്ലേ അടുത്തെത്തുമാരോ പറഞ്ഞു ഇല്ല നെല്ലും തോന്നി ഇതാടെ വെച്ചിട്ട് വെച്ചിട്ട് തെറ്റാടെ വെച്ചിട്ട് ഒരു പണിച്ച അതിലേക്ക് ഈ ഫുട്ബോളിന്റെ നാടായ ബ്രസീൽ അർജന്റീന അങ്ങോട്ടാണ് പോയി. ബ്രസീലിൽ പോയി, അർജന്റീന എല്ലാം പോയി. അമേരിക്കൻ്റെ ഏതെല്ലാം അങ്ങനത്തെ എല്ലാത്തേക്കും. മറ്റേ ഇത് ഒളിമ്പിക് നടക്കുമ്പോൾ ഞങ്ങൾ കൊറിയയിലുണ്ടായിരുന്നു. അടയ്ക്ക് ഇത് ഇതല്ലേ വേൾഡ് കപ്പ് ഫുട്ബോൾ കാണാൻ പറ്റില്ല. ഇല്ല ഇല്ല ഇത് യൗന എടുത്തില്ല ബാർഡോണ കപ്പെടുത്തില്ല. ആ ടൈമിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ കപ്പൽ ജീവിതത്തിലൂടെ നിങ്ങൾ നേരിട്ട് കണ്ടാരും VIP-കൾ VVIP-കൾ ഏതോ രാഷ്ട്രത്തലവന്മാരെ പറ്റുന്ന കപ്പലിൽ ഈ സീറഫ് കിട്ടിയ ഒരു അനുഭവങ്ങളൊന്ന് അത് ഇപ്പൊ വയ്യല്ലേ അത്ര സീറപ്പ് ഒന്നും ഇല്ലാന്നില്ല. കപ്പലിലേക്ക് ഇതന്നെ വേറെ തന്നെ ഒരു മാറ്റി പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കാല് പൊന്തി പോകുന്നു അപ്പുറത്തേക്ക് പോകാൻ അതെല്ലാം ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റാതെ അവസ്ഥ ഇല്ല കഴിയാതെ മാത്രമേ ഉണ്ടാക്കി കുറച്ച് ഉണ്ടാകും. ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നമ്മൾ ഇവിടെ ഇരുന്നാണ് പോകുന്നത്. ഇപ്പോൾ എല്ലാം അതിൻ്റെ എല്ലാം സിസ്റ്റമേ പായ് കപ്പലിന് തുടങ്ങി. ലോകത്ത് 6 മാസം പകലും 6 മാസം രാത്രിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അതിലടക്കം എത്തിപ്പെടാൻ പറ്റും. നോർവേയിലെ പോയി. അമേരിക്കയിൽ അലാസ്ക ആടെ കുറച്ചുണ്ട്. അലാസ്ക ഇല്ല, അലാസ്കയിൽ പോയിട്ടില്ല. പിന്നെ ഒരു സ്ഥലമില്ലേ മുഹമ്മദ് പറഞ്ഞിട്ട് നമ്മളെ
അന്റാർട്ടിക്ക പോകണ്ട. അല്ല പിന്നെ ഒരു സ്ഥലം പറഞ്ഞറിയോ, ഒരേ സമയത്ത് 2 പ്രാവശ്യം ഡേ നൈറ്റ് കിട്ടിയൊരു സ്ഥലം മമ്മൂദ് പറഞ്ഞ ഓർമ്മയുണ്ട്. ആയിരിക്കണം പാതിരാ സൂര്യന്റെ നാട്. ഞങ്ങൾ മമ്മൂദ് പറഞ്ഞ ഓർമ്മയുണ്ട് അരിഫെ. ഇംഗ്ലണ്ടിൽ തന്നെ ഒരു 3 മണിക്കല്ലോ നമുക്ക് പോകണ്ടല്ലേ. പിന്നെ ഒന്നല്ല ചോദിക്കാൻ ഇത് മുഹമ്മദ് ഭായി എന്നൊരു ഇത് പറഞ്ഞു, അതായത് ഒരു ദിവസം നമ്മുടെ ജീവിതത്തിന് കട്ടാണ്. അമേരിക്കയിൽ പെട്ടെന്ന് ഒരു ദിവസം നടുവിൽ കുറേ അപ്പോൾ ഇതായിട്ടെങ്കിൽ നോമ്പ് ആര് നോക്കുന്നത്? നോമ്പേ ഇല്ല. കുറച്ച് കാര്യം 2-3 മണിക്കൂർ 4 മണിക്കൂറിൽ വ്യത്യാസം നോമ്പ് നോക്കുന്നു. മണിക്കൂർ കണക്ക് കൂട്ടുന്നു. 12 മണിക്കൂർ കണക്ക് കൂട്ടിയിട്ട് 12 മണിക്കൂർ വേറെ ഇല്ല. 12 24 മണിക്കൂറല്ലേ. ഇപ്പോൾ ഇതുവരെ അല്ലുച്ച ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതഭാരം ഏറ്റെടുത്തുകൊണ്ട് പ്രവാസി ജീവിതം നയിച്ച അല്ലുച്ചാൻ്റെ അനുഭവകഥകളാണ് അല്ലുച്ച പറഞ്ഞത്. വളരെ രസകരമായി തന്നെ അല്ലുച്ച അത് നമുക്ക് വിവരിച്ചു തന്നു. താങ്ക് യു അല്ലുച്ച. താങ്ക് യു വെരി മച്ച്.